കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പേരാണ് ഷാഹിദ സാജി. ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്, ബാഡ് കമന്റുകൾ കൊണ്ട് എന്താണ് പറയാ, ഒരുപാട് ആളുകൾ. എന്താണ് ഇതിന് കാരണം? നമ്മൾക്കൊക്കെ അറിയാം, ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവ് മരണപ്പെടാം, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടാം. മരണപ്പെട്ടതിന് ശേഷം വേറൊരു കല്യാണം കഴിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കുറെ ആളുകൾ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് മോശമായ രീതിയിൽ ബാഡ് കമന്റോ അല്ലെ വളഞ്ഞിട്ട് ആക്രമിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ ഷാഹിദ സാജിയെ മാത്രം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? ഒരു കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ അതിന് മക്കളുണ്ടെങ്കിൽ വേറൊരു കല്യാണം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, ചെറിയ മക്കളൊക്കെ ഉണ്ട്, അവൾക്കിനി ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയില്ല, നല്ലൊരാളെ കിട്ടിയാൽ, അതായത് അവളെയും മക്കളെയും നോക്കുന്ന ഒരാളെ കിട്ടിയാൽ ഒരു കല്യാണം കഴിക്കുന്നതിന് തെറ്റില്ല, ആ ജീവിതം ആ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊക്കെ. പക്ഷെ ഇവിടെ പറയാനുള്ള കാരണം, ഭർത്താവ് മരണപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിന്റെ മുമ്പേ കല്യാണമൊക്കെ നല്ലതാണ്, ചിലപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവളെയും മക്കളെയും നോക്കുന്ന ഒരാൾ വന്നിട്ട് ആ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മുമ്പോട്ട് പോകുമ്പോൾ ഒരാളും പറയത്തില്ല, ഒരാളും ചീത്ത പറയില്ല. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനുള്ള നല്ല മറുപടിയും കൊടുക്കും. പക്ഷെ ഇവിടെ വന്ന ഒരാള് വെറും 27 വയസ്സ് മാത്രം പ്രായമായ ഒരാളാണ് വന്നത്. ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ ആ ഷാഹിദയെ കുറ്റം പറയാനോ ഒന്നല്ല, കുറെ ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുകയാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. 27 വയസ്സ് മാത്രം പ്രായമായ ചെക്കനാണ്. ഈ 5 മക്കളുള്ള ഇവളെ കല്യാണം കഴിക്കാന്ന് പറയാന്ന് പറഞ്ഞിട്ട് വന്നത്. അവള് പറയാണ് കല്യാണം കഴിക്കുക, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ വന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, അവന്റെ കല്യാണം കഴിക്കാത്തതാണ്, അവന്റെ വീട്ടുകാർക്ക് അവനെ കൊണ്ട് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ഈ ഷാഹിദ സാജി പറയുന്നത് അവന് വേറെ കല്യാണം കഴിച്ചോട്ടെ, അതിനെനിക്ക് പ്രശ്നമില്ല, അവൻ എന്നെ നോക്കിയാൽ മതി, അവന് വേറെ കല്യാണം കഴിക്കുകയാണെ കഴിച്ചോട്ടെ. ആ സമയത്ത് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാൾ നിൽക്കുമോ? നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് അവന് വേറെ കല്യാണം കഴിക്കുക, ആ രീതിയിൽ ഒരാൾ നിൽക്കില്ല. പക്ഷെ ആ സമയത്ത് വീണ്ടും ഷാഹിദ തല തിരിച്ചു പറയുന്നുണ്ട്. ഒരു വട്ടം പറഞ്ഞ അവനെ കല്യാണം കഴിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എന്നെ നോക്കിയാൽ മതി. പിന്നെ പറയാണ് അവനങ്ങനെ വേറെ കല്യാണം കഴിച്ചാൽ നിയമപരമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും, ഇത് ഏത് രീതിയിലാണെങ്കിലും. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ ഷാഹിദ സാജിയെ ഒരാളും കുറ്റം പറയില്ല. കാരണം പ്രായമുള്ള ഒരാള്, അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു, പ്രായമുള്ള, അതായത് ഇവളെക്കാളും പ്രായമുള്ള ഒരാള് വന്നിട്ട് പറയാണ് എനിക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം, നിന്റെ മക്കളെയും നിന്നെയും നല്ല രീതിയിൽ നോക്കാം. അപ്പൊ അതിന്റെ മഹല്ല് കമ്മിറ്റിയിൽ ഇടപെട്ടിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് ആ നല്ല രീതിയിൽ ഒരു കല്യാണമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ബാഡ് കമന്റും നെഗറ്റീവ് കമന്റ് ഒന്നും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയുകയില്ല. ഈ രീതിയിലുള്ള ഇപ്പൊ എത്ര ദിവസം, എനിക്കൊന്ന് ഒരാഴ്ചയുടെ മുകളിലായി, എത്ര ആളുകള്, ഒരാൾ പോലും നല്ലത് പറയുന്നില്ല. അപ്പൊ ഈ ഷാഹിദ സാജി മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ എല്ലാവരും തെറി വിളിക്കുന്നത്? എന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ്? അത് സ്വയം മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. ഈ ചാനലൊക്കെ ഞാൻ ആദ്യം കാണുന്ന വീഡിയോ തന്നെയാണ്. ആ സമയത്ത് എനിക്ക് ഉള്ളിൽ സങ്കടമുണ്ട്. കാരണം 5 മക്കളുണ്ട്, ചെറിയ 5 മക്കള്. ആ മക്കള് ആരൊക്കെ എത്തിങ്ങാനിലാണ് പഠിക്കുന്നത്. ഈ ചെറുപ്രായത്തില് ഭർത്താവ് മരണപ്പെട്ടു. ഈ കേൾക്കുന്ന നമ്മൾക്കും സാധാരണ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സങ്കടപ്പെട്ടിട്ട് അവരെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ആളുകളൊക്കെ ഇന്ന് അവരെ നല്ലത് പറഞ്ഞ അതേ നാവ് കൊണ്ട് അവർ തന്നെ മോശം പറയുകയാണ്. ആ കമന്റ് കണ്ടറിയാം, ഇതുപോലത്തെ സ്ത്രീയെ കണ്ടിട്ടില്ല, ഇത്ര മോശമായ സ്ത്രീയാണോ, അവൾ ഇത്ര കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഈ ഷാഹിദ സാജി സ്വയം മനസ്സിലാക്കിയാ നന്ന്. നാളെ മക്കൾ വലുതാവുമ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാടുണ്ടാവും. ആര് എത്ര ഡിലേറ്റ് ആക്കി കഴിഞ്ഞാലും, കാരണം എത്രയോ സോഷ്യൽ മീഡിയ, എത്രയോ ചാനലുകളിൽ
ഈ വീഡിയോകളുണ്ട്. ഈ മക്കൾ കാണുമ്പോൾ നാളെ ചിലപ്പോ ഈ മക്കൾ തന്നെ തള്ളി പറഞ്ഞ് നോക്കാത്ത രീതിയിൽ നാളെ ഒന്നിനും വയ്യാത്ത രീതിയിൽ ഒരു സമയത്ത് കിടക്കുമ്പോൾ ഈ പറയുന്ന ഞാനടക്കം നമ്മളെല്ലാവരും പ്രായമാവും. എല്ലാവരും ഇതേപോലെ ഒരേ സമയത്ത് ആരോഗ്യവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. എല്ലാവർക്കും പ്രായമാവും, അസുഖങ്ങളാവും, ചിലപ്പോൾ കിടപ്പിലാവും, ഒന്ന് എഴുന്നേൽക്കാൻ പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മളെല്ലാവരും ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. നമ്മളൊക്കെ പറയാണ് ആ ഒരു സമയത്ത് നമ്മളെ നോക്കണമെങ്കിൽ നമ്മളെ മക്കളെ ഈ സമയത്ത് അങ്ങോട്ടും നോക്കണം കേട്ടോ. നമ്മൾ വേണ്ടാത്ത രീതിയിലൊക്കെ പോയി കളഞ്ഞാൽ നാളെ ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ നോക്കില്ല എന്ന് വരും. നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ മക്കൾ നമ്മളെ തിരിച്ചു പറയും, നിങ്ങൾ നല്ല രീതിയിലാണോ നടന്നത്? അപ്പൊ അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഞാൻ ഷാഹിദാ സാജിയോട് ഒരു വെറുപ്പോ ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതിനെ കണ്ടിട്ടുണ്ട്, എനിക്ക് പറയണം തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിലുണ്ട് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുന്നു, ഒരുപാട് ആൾ മോശമായിട്ട് കമന്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു നിമിഷത്തെ ബുദ്ധി മോശം കൊണ്ട് വല്ലതും ചെയ്താൽ ആ മക്കൾ അനാഥയാവും. കാരണം ഏതൊരു മക്കൾക്ക് ഉമ്മ എന്ന് വിളിക്കാൻ അല്ല ഉപ്പ എന്ന് വിളിക്കാൻ ഒരാൾ വേണം. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ആ മക്കളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ചിന്തിച്ചറിയും. നമ്മുടെ ഉമ്മമാരെ അല്ലെങ്കിൽ ഉപ്പമാര് അവരെന്തോ ചെയ്തോട്ടെ, അവരെങ്ങനെ പോയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മളെ നോക്കുന്നവരായിക്കോട്ടെ നോക്കാത്തവരായിക്കോട്ടെ, പക്ഷെ ഉമ്മ ഉപ്പ എന്ന് വിളിക്കാൻ ഒരാൾ ആ സ്ഥാനത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് വല്ലാതെ തന്നെയാണ്. പക്ഷെ എന്തായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. കാരണം പല ചാനലുകളിലും പല കാര്യങ്ങളും പറയുന്നത് ഒന്നിനൊന്ന് കറക്റ്റ് ആയിട്ടല്ല. പല മീഡിയകളിലും പല ഇന്റർവ്യൂവിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ പറഞ്ഞതല്ല അവിടെ പറയുന്നത്, അവിടെ പറഞ്ഞ കാര്യങ്ങളല്ല മറ്റെടുത്ത് പറയുന്നത്. എല്ലാം വിപരീതമായിട്ടുള്ള ഓരോ കാരണങ്ങളാണ് പറയുന്നത്. അപ്പം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. മനുഷ്യരായാലെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും. ഒരു ജീവിതമായിട്ട് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹങ്ങൾ മനുഷ്യരാൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ പോവുക, അത്രേ എനിക്ക് പറയാനുള്ളൂ.